നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. ദേശീയപാതയിലെ ഗർത്തം യാത്രക്കാർക്ക് ദുരിതമായി. ബുധനാഴ്ച വൈകിട്ടാണ് അകലാട് ദേശീയപാത 66 ഒറ്റേനി മേൽപ്പാലത്തിന് താഴെ വലിയ ഗർത്തം രൂപപ്പെട്ടത്. അണ്ടർഗ്രൗണ്ട് സംവിധാനം വഴി റോഡിന് കുറുകെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം ശക്തമായി പുറത്തേക്കെത്തിയതാണ് കുഴി രൂപപ്പെടുവാനുണ്ടായ കാരണം. 4 അടിയോളം താഴ്ചയിലാണ് കുഴി രൂപപ്പെട്ടത്. റോഡ് നിർമ്മാണം നടക്കുമ്പോൾ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പുതിയതും നിലവാരമുള്ളത് സ്ഥാപിക്കുവാനോ തയ്യാറാകാത്തതാണ് അപകടകരമായ അവസ്ഥയ്ക്ക് കാരണമായതെന്ന് നാട്ടുകാർ പറയുന്നു. ഗർത്തം രൂപപ്പെട്ടതു മുതൽ ഇതുവഴിയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റസ്ല റഹീം സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ദേശീയപാത അധികൃതരോടും വാട്ടർ അതോറിറ്റിയോടും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുന്നേർകുളം സർവീസ് സഹകരണ ബാങ്കിലെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിക്കണമെന്ന ഹൈക്കോടതി വിധി പിൻവലിച്ചു. ബാങ്കിന്റെ കെട്ടിടത്തിന് മുകളിൽ നിർമ്മിച്ച KG കരുണാകര മേനോൻ സ്മാരക ഓഡിറ്റോറിയമാണ് അനധികൃതമെന്ന് പറഞ്ഞ് 8 ആഴ്ചയ്ക്കകം പൊളിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നത്. പുന്നേർകുളം സർവീസ് സഹകരണ ബാങ്ക് നൽകിയ പുനഃപരിശോധനാ ഹർജിയെ തുടർന്നാണ് വിധി റദ്ദാക്കിയത്. കേസുമായി ബന്ധപ്പെട്ട് ബാങ്കിന് നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി ബാങ്ക് പുനഃപരിശോധനാ ഹർജി നൽകുകയായിരുന്നു. ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ അധ്യക്ഷനായ ബെഞ്ചാണ് പുനഃപരിശോധനാ ഹർജി അനുവദിച്ചത്. നീറ്റ് പരീക്ഷയുടെ ക്രമവിരുദ്ധമായ നടത്തിപ്പിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. നീതിയാണ് വേണ്ടത്, ലാത്തിയും ഗ്രേഡുമല്ല എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പടിഞ്ഞാറേ നടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഉടൻ തന്നെ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കിയതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം SFI ജില്ലാ സെക്രട്ടറി T. അഭിജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ഹസൻ മുബാറക് അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എറിൻ ആന്റണി, ജില്ലാ കമ്മിറ്റി അംഗം KS അനൂപ്, AU ജാബിർ, KS വിഷ്ണു, അമീറ സജീർ, K. പ്രതീഷ് എന്നിവർ സംസാരിച്ചു. കേരള എക്സൈസ് വകുപ്പിന്റെ വിമുക്തി മിഷൻ, കേരള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ട്, ഗ്രാസ്പേ ഗ്രാമി സംസ്കൃതി വേലൂർ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സന്ദേശമുയർത്തി വനിതകൾക്കും കുട്ടികൾക്കും വേണ്ടി ലോകകപ്പ് ഫുട്ബോൾ പ്രദർശന മത്സരം സംഘടിപ്പിച്ചു. 4 വ്യത്യസ്ത രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ടീമുകളായി 4 ആഴ്ചകളായി തലക്കോട്ടുകര ടർഫിലാണ് മത്സരം സംഘടിപ്പിച്ചത്. ലഹരി വിരുദ്ധ പ്രദർശന മത്സരങ്ങൾ തൃശൂർ എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രവീൺ കുമാർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഗ്രാസ്പേ ഫുട്ബോൾ ലീഗിന്റെ സമാപന ചടങ്ങ് എരുമപ്പെട്ടി പോലീസ് സബ് ഇൻസ്പെക്ടർ ആൻഡോ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ കായിക രംഗത്തിന്റെ സാധ്യതയെപ്പറ്റിയും യുവാക്കളുടെ ഇടപെടലിന്റെ ആവശ്യകതയെക്കുറിച്ചും ഇരുവരും സംസാരിച്ചു. പ്രദർശന മത്സരത്തിൽ പങ്കെടുത്ത വനിതകൾക്കും കുട്ടികൾക്കും കേരള എക്സൈസ് വകുപ്പിന്റെ സർട്ടിഫിക്കറ്റും ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ ആലേഖനം ചെയ്ത കീ ചെയിനും വിതരണം ചെയ്തു. പോലീസ് സബ് ഇൻസ്പെക്ടർ ആൻഡോ ഫ്രാൻസിസ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രവീൺ കുമാർ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഗ്രാസ്പേ ഭാരവാഹികളായ TB സുരേഷ്, ശീർഷേന്ദുലാൽ, ഗ്രീഷ്മ N, KR ദിവ്യ, അമിത സുഭാഷ്, ശിവൻ വെങ്കിടങ്ങ എന്നിവർ നേതൃത്വം നൽകി. കർഷകരെ തകർക്കുന്ന ഇന്തോ അമേരിക്ക കരാറിനെതിരെ കർഷക സംഘം കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിന് സമീപം സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം K. കൊച്ചനിയൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് T. മുകുന്ദൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി KB ജയൻ, AV വല്ലഭൻ, M. പീതാംബരൻ, പത്മം വേണുഗോപാൽ, അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരം ചെയ്ത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ആർത്താറ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ഹമീദ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറിയും മുൻ യൂത്ത് കോൺഗ്രസ് നേതാവുമായ ബിജോയ് ബാബു ഉദ്ഘാടനം ചെയ്തു. മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ സുഗുണൻ, TM വിജയൻ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ KP ഷാജി, CK ഷാജി, മണ്ഡലം ബൂത്ത് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി.
പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിലൊന്നായ ചെമ്മന്തിട്ട ഊരായ്മ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ആനയൂട്ട് നടത്തി. വിശേഷാൽ പൂജകൾക്ക് ശേഷം ക്ഷേത്രം നടപ്പുറയിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ഗജപൂജയും നടന്നു. തുടർന്ന് പ്രത്യേകം തയ്യാറാക്കിയ ചോറുരുളയും അപ്പം, അട, ശർക്കര, വിവിധ തരം പഴങ്ങൾ എന്നിവ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് കൊമ്പന്മാരായ അമ്പാടി മഹാദേവനും മാധവൻകുട്ടിക്കും നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. നിരവധി ഭക്തജനങ്ങളും ആനയൂട്ട് നടത്തി. തന്ത്രി കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി ഏറിയാട് വാസുദേവൻ നമ്പൂതിരി, പ്രദീപ് നമ്പൂതിരി എന്നിവർ സഹകാർമ്മികരായി. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് കർക്കിടകം 1 മുതൽ 31 വരെ നന്ദിനി ടീച്ചറുടെ രാമായണ പാരായണവും കർക്കിടകം 7 വരെ ഔഷധക്കഞ്ഞി വിതരണവും ക്ഷേത്രത്തിൽ നടക്കും. ക്ഷേത്രത്തിൽ നിന്നും ജൂലൈ 30-നുള്ള നാലമ്പല തീർത്ഥയാത്രയിൽ പോകുവാൻ താൽപ്പര്യമുള്ളവർ നേരത്തെ ബുക്ക് ചെയ്യണമെന്ന് ക്ഷേത്ര ക്ഷേമ സമിതി പ്രസിഡന്റ് രാജൻ നമ്പീശൻ, സെക്രട്ടറി രാജേഷ് പുതുമന, ട്രഷറർ അനിൽ നമ്പീശൻ എന്നിവർ അറിയിച്ചു. ചരമം. കടവല്ലൂർ വടക്കുമുറി താണ്ടവളപ്പിൽ രവീന്ദ്രൻ നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തും. ലീലഭാര്യയും പരേതനായ അഭിലാഷ്, സുഭാഷ്, നിധീഷ്, സുരേഖ എന്നിവർ മക്കളുമാണ്. കുന്നത്ത് വേലു എഴുത്തച്ഛൻ മകൻ മണി എന്ന ഉണ്ണികൃഷ്ണൻ നിര്യാതനായി. 60 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തി. വൃന്ദജ്യോതി ഭാര്യയും അരുൺ, അഞ്ജന എന്നിവർ മക്കളുമാണ്. ഇതോടെ സ്പോട്ട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.